പപ്പൂസ് വന്നിട്ട് ആര്യൻ കയ്യിൽ ചാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് പോയി ചാടി, പോയി കക്ക വാരിട്ട് വരാൻ പറഞ്ഞപ്പം വാരി. അതൊക്കെ അപ്പൊ അത് ആ റിസ്ക്, പേടി, കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലേ? എനിക്ക് അത്രയ്ക്കൊന്നും അപ്പൂസിന്റെ നമ്പർ കേട്ടോ ഇല്ല, പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് അപ്പൂസിനെ ചാടാൻ പറഞ്ഞു, പിന്നെ ഞാൻ ചാടിയത്. അപ്പൊ കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് എനി ടൈം ഞങ്ങൾ അതുകൊണ്ടാണ് വിഷു, ഓണം ഒക്കെ സ്പെഷ്യൽ വരുമ്പോ ഞങ്ങൾ ദേ ഇവിടെയൊക്കെ ഞങ്ങളുടെ കൂടെ ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇല്ലില്ല, പേര് പറയില്ല, ആർട്ടിസ്റ്റുകളിവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്കൊക്കെ അവരൊക്കെ നമ്മുടെ വളരെ ചങ്കായിട്ടുള്ള ആൾക്കാരാണ്. ഇല്ലില്ല, സീക്രട്ട് ആണ്. ഇല്ല ഇല്ല, അവിടെ ഇരുന്നോട്ടെ, കോഫി കുടിക്കല്ലേ, ഇരിക്കട്ടെ. ബിഗ് ബോസിൽ അവിടെ പോയിട്ട് ഇതെല്ലാം ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷെ അവിടെ അങ്ങനെ പറയുമ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി എല്ലാവരും അവിടെ പോയ ആൾക്കാർ പറയണതാണ്. നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ പുറമേന്ന് കാണുന്നത്. ഇറ്റ്സ് എ പക്ക എഡിറ്റഡ് ഷോ, വെൽ എഡിറ്റഡ് ഷോ എന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് പറയണത്. I know one thing. I know one thing about these shows is I did a show in Hindi right now. It's called Kiss Ishq and Connection. It's a Bollywood show. I was in Vietnam for 2 months and it was somewhat like Big Boss. The concept was ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു കോൺസെപ്റ്റ്. നമ്മൾ ഒരു വീട്ടിനകത്ത് ഉണ്ടാവും, ടാസ്ക്സ് ഉണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് വീട്ടിന് പുറത്തു പോകാം, അത് മാത്രം വെറൈറ്റി ഉള്ളൂ. സോ അതിലും ഞാൻ നോട്ടീസ് ചെയ്ത കാര്യമാണ്, ഞാൻ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് എന്നെ തേച്ചിട്ട് പോകും, ഞാൻ ഉണ്ടാക്കുന്ന എനിമീസ് എന്നെ നല്ല ഫ്രണ്ട്സ് ആയി പോകും, ആ എനിമീസ് തന്നെ പിന്നെയും തേച്ചിട്ട് പുറത്തേക്ക് പോകും. ഐ എം ജസ്റ്റ് സീയിങ് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ. ഈ ഒരു വീട്ടിനകത്ത് നമ്മളൊരു ഇഫ് യു സീ ദ സെയിം ഫേസ് ഫോർ 100 days നോ, യു വിൽ ഹാവ് 100 different emotions. നമുക്ക് സ്നേഹം തോന്നാം, നമുക്ക് ലവ് തോന്നാം, നമുക്ക് ആങ്കർ തോന്നാം, വി കൻ നവരസങ്ങളെല്ലാം തോന്നാം നമുക്ക്. ഫ്രം കാമ ടു എവറിഥിങ് വി കൻ ഫീൽ ഫോർ എ പേഴ്സൺ ഇൻ ദാറ്റ് ഷോ. സോ ഐ ഫീൽ ആ ഒരു ആസ് എൻ ആക്ടർ ഐ വുഡ് ലവ് ടു എക്സ്പീരിയൻസ് those different emotions in me. And I want people to see like നമുക്ക് എനിക്ക് ഇപ്പൊ വീട്ടില് എന്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ചേച്ചിയുണ്ട്. അവൾ എപ്പോഴും പറയും, മോനെ ബിഗ് ബോസിൽ പോകും, മോനെ നിന്നെ കാണാൻ അടിപൊളിയായിരിക്കും. സോ ഐ എം വെരി എക്സൈറ്റഡ്, യു നോ. ആ ചേച്ചി ഇങ്ങനെ ഷീ ടെൽസ് മീ ഫ്രം മൈ ഹാർട്ട്, മോനെ ഒന്ന് പോ ബിഗ് ബോസിൽ, അടിപൊളിയായിരിക്കും, നല്ലൊരു ഇതാണ്, ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. ഫേവറേറ്റ് ഇവനാ എക്സാമ്പിൾ. ആ ചേച്ചി മിക്കവാറും അത് ലവ് ട്രാക്കിൽ ആരിനെ കാണാൻ വേണ്ടിട്ടായിരിക്കും ബിഗ് ബോസിലേക്ക് പോകുമ്പോന്നെ. അവിടെ പോയിട്ട് ഏതെങ്കിലും ഗേളിനെ കൊണ്ടു ഇഷ്ടപ്പെടും പോന്നെ, ഏതെങ്കിലും ഗേളിനെ കൊണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഐ വിഷ് ഞാൻ പറയുള്ളൂ. ഐ വിഷ് ഇത് കേക്കണ്ട, ആര്യന്റെ കൂടെ എവിടെ എപ്പോ നോക്കിയാലും വളരെ സോൾമേറ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് കാണാം നമ്മുടെ പൂജിതനെ. യെസ്, ഞാൻ ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഞാൻ ഇതിനകത്ത് ഓരോരോ ടോപ്പിക് പറയും, ഇതാണ് മൈ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് പേര്. അപ്പൊ ആ ടോപ്പിക്കിനനുസരിച്ചിട്ട് ആര്യന്റെ ലൈഫിലൂടെ എന്താണോ പോയിരിക്കുന്നത് അത് വെച്ചിട്ട് അതിനെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ടോക്സിക് ലവ്. I have not gone through any toxic love. No, not yet. Toxic in the sense like അത്ര ഡിസ്റ്റർബിംഗ് ആവണ്ടേ? ഇല്ല, എനിക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് അങ്ങനെ ലൈഫിൽ ഇതുവരെ അങ്ങനെ മാത്രമേ ഞാൻ അങ്ങനെ സറൗണ്ട് ചെയ്തിട്ടില്ല, അങ്ങനെ പോലത്തെ ആൾക്കാർ സറൗണ്ട് ചെയ്തിട്ടില്ല. ബട്ട് വി ഹാഡ് ഫൈറ്റ്സ്, അങ്ങനെ ഉണ്ടായിട്ട് ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല. ഫൈറ്റ് ഒരിക്കലും ടോക്സിക് ആവില്ലല്ലോ, അത് വേറെ ടോക്സിക് വിമൻ ഇൻ മൈ ലൈഫ്. ഓക്കേ, ഗുഡ്, നന്നായി. ഇല്ല ആര്യൻ, ഒരിക്കലും ആര്യൻ അങ്ങനത്തെ ഒരു ലെവലിൽ, ആര്യൻ എന്തൊരു ഐ മീൻ ആര്യന്റെ അടുത്ത് അങ്ങനെ ആർക്കും ആവാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ആർക്കും അങ്ങനെ ടോക്സിക് ആവാൻ പറ്റും, നോട്ട് ഒരു ഗേളിന് മാത്രമല്ല, ആർക്കും അങ്ങനെ ആവാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. സച്ച് എ സ്വീറ്റ് എന്തൊരു ഇതാണ്, അങ്ങനെ തോന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ക്രഷ് ടു എ ടീച്ചർ. മൈ ഫ്രഞ്ച് ടീച്ചർ ഇൻ സ്കൂൾ ഭയങ്കര സുന്ദരിയായിരുന്നു. ക്രഷ് എന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു ഫൈൻഡ് എ വെരി ഗുഡ് ലുക്കിംഗ്, ലൈക്ക് ഓ എന്ത് രസം. നമ്മൾ ആ ഒരു ഏജില് നമ്മൾ കുറച്ച് മെച്യൂർ ആയിട്ട് someone who is a proper woman who looks very nice, I would definitely I used to find a very good looking. ഞാൻ പറയായിരുന്നു like to my friends, friends teachers coming up, ഇങ്ങനെ സ്റ്റക്ക് ആയി പോയടക്കെ. I used to find a very good looking. അത് ഏത് ക്ലാസ്സിലാ? 9th. ദൈവമേ മാം സോറി മാം, ഈ എക്സ്ട്രാ ഹോംവർക്ക് ചോദിച്ചതെല്ലാം മാമിന്റെ സ്നേഹം കാരണമാണ്. No, but I used to find my French teacher very pretty, good looking. ആ ഒരു ഏജില് അങ്ങനെ അതെല്ലാവർക്കും ഉണ്ടാവും, ആരും പറയാത്തതാണ്. പ്രത്യേകിച്ചും ഒരു ഗുഡ് ലുക്കിംഗ് ആണെന്ന് മാത്രം, വേറെ ഒരു ടീച്ചർ ആണെന്ന് വേറെ ഇതൊന്നും അറിയില്ലല്ലോ ആ പ്രായത്തില്. ജസ്റ്റ് അപ്പൊ അങ്ങനെ തോന്നുന്ന ഒരു അത്ര മാത്രമേ ഉള്ളൂ. She used to carry herself very well, നല്ല കുരുത്തിയിടും, നല്ല she will have that bindi, very sweet lady. ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെയാ ആര്യൻ സ്കൂളിംഗ് ഒക്കെ ചെയ്തത്? ഞാൻ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ ചോയ്സ് സ്കൂൾ പഠിച്ചതൊക്കെ. അതെ, എനിക്ക് അപ്പൂസിന്റെ അടുത്ത് പറഞ്ഞു ഡൽഹിയിലൊക്കെ എന്താണ് ഫുൾ അവിടെ പോയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പഠിച്ചത് ഏറ്റവും കൂടുതൽ ഇവിടെ കൊച്ചി തന്നെ, തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂൾ. ഓക്കെ, അത് ശരി. ഓക്കെ, അപ്പൊ ടീച്ചർ ഒരു പക്ഷെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുന്നുണ്ടാവും, കാണട്ടെ. എനിവേ, ആ ടീച്ചറിന് സോഷ്യൽ മീഡിയ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ.
define depression. I know I have a sense of depression, but what is your definition of depression? ഇപ്പൊ സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ അപ്പൂസ് sadness, ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതൊക്കെയാണോ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത്? എനിവേ ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾസിലോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഓരോരുത്തരും ഡിപ്രസ്ഡ് ആവുന്ന ഓരോരോ റീസൺസിലായിരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, ഞാൻ ഡിപ്രഷൻ ആയിട്ട് ഇതുവരെ ലൈഫിൽ ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ ഒരു അമ്മു, നമ്മുടെ പൂച്ചയുടെ സിസ്റ്റർ, ലൈഫ് കോച്ച്, സോ ഷീ ടോൾഡ് മീ ഐ കവർ ഡിപ്രഷൻ വിത്ത് ഹാപ്പിനെസ്. ഡിപ്രഷൻ വന്നാലും ഞാൻ അത് ഓവർ ഹാപ്പി ആയി കാണിക്കും. സോ മേ ബി ഷീസ് റൈറ്റ്. മനസ്സിലായോ? അവൾ പറഞ്ഞ പോയിന്റ് ആയിരിക്കും. പക്ഷെ എനിക്കങ്ങനെ ഡിപ്രഷൻ സിനിമയിൽ കാണുന്ന പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു, ഒരാൾ ഇങ്ങനെ പിൽസ് ഒക്കെ അടിക്കുന്നു, ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇരിക്കുന്നു, അങ്ങനെ ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാണ് ഫീൽ ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, മേ ബി ടച്ച് വുഡ്, താങ്ക്സ് ടു ഗോഡ്, ഐ ഫീൽ വെരി ഹാപ്പി. ഐ ഫീൽ ലൈക്ക് വെരി ജോളി ഓൾവേസ്. എനിക്ക് അങ്ങനെ സാഡ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ സാഡ് ഫീൽ ചെയ്യും. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ഇഫ് ഐ എം ഫീലിംഗ് സാഡ് ഐ വിൽ എൻജോയ് ദ സാഡ്നെസ്. ഇപ്പൊ എനിക്ക് സാഡ് ആയി എക്സാമ്പിൾ, സോ ഐ വോണ്ട് ബി ലൈക്ക് ഞാൻ എന്തിനാ സാഡ് ആണ്, പക്ഷെ ഞാൻ ഹാപ്പി ആവാൻ ഹാപ്പി ആവും, അങ്ങനെ ആവില്ല. I will go through the journey of sadness. So you get depressed when you think why are you getting sad. What is depression? It's a thought. Like നിങ്ങൾ എന്താ ഡിപ്രഷൻ ആണ്, ഞാൻ ഡിപ്രഷൻ ആണ്, ഡിപ്രഷൻ കാരണമൊന്നും ഇല്ല ഡിപ്രഷൻ ആവാൻ. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ ഈ സാഡ്നെസ് ഹാപ്പിലി ഓവർകം ചെയ്യും. ഐ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. സാഡ് ഞാൻ ഫുൾ ഡേ ഇങ്ങനെ ആയിരിക്കും, സാഡ് ആയിരിക്കും. ഐ വോണ്ട് ഡു തിങ്സ് വിച്ച് ഐ ഓൾവേസ് ഡു. അത്രേ ഉള്ളൂ. അങ്ങനെ ഡിപ്രഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ ഇപ്പൊ ഒരു ഈ ഒരു ഏജിലൊക്കെ മൂവിയിലേക്ക് എൻട്രി ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി അല്ലേ? എന്തായാലും സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് ഒന്നും പോയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു സിനിമ സെറ്റിൽ പോയി, അവിടെ എല്ലാവർക്കും കാരവാൻ ഉണ്ട്, എനിക്കില്ല. ഞാൻ പുറത്തിങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചിലപ്പോൾ എനിക്ക് മുണ്ടായിരിക്കും എന്റെ കോസ്റ്റ്യൂം, ഞാൻ മുണ്ടൊക്കെ എടുത്തിട്ട് ഞാൻ സെറ്റിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ കാരവാനിൽ നിന്ന് പോകും, ADs വരും, സർ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്നല്ല അവരോട്, പക്ഷെ നമ്മുടെ രണ്ടുപേരുടെ ക്യാരക്ടർ സെയിം ആയിരിക്കും. വി ബോത്ത് ആർ ഡൂയിങ് ദ സെയിം ക്യാരക്ടർ, 2 different names, പക്ഷെ സ്ക്രീൻ ടൈം എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് എന്താ, ഞാൻ ഇങ്ങനെ കാരവന്റെ താഴെ പുറത്തിരിക്കുന്നു, ഇങ്ങനെ ലൈക്ക് മുണ്ടൊക്കെ പൊക്കി സീരിയസ്ലി ഇങ്ങനെ ഇരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, ആൾക്കാർ മൈൻഡ് ചെയ്യാതൊക്കെ പോകുന്നു. ഈ അവിടെ ചായ ചോദിക്കാൻ ആൾ വരും സെറ്റില്, കട്ടിങ് ചായ വേണോ മോനെ. എനിക്ക് ഒരു ഫുൾ ഡേ ആ സെറ്റിൽ ഒന്നും ചോദിച്ചിട്ടില്ല, കട്ടിങ് ചായ വേണോ, ഫുഡ് സമയമായി, വാ മോനെ ബ്രേക്ക് ആണ്, ഒന്നുമില്ല. ഞാൻ വെറുതെ ഇരിക്കുന്നു, ഷോർട്ട് റെഡിയാണ്, റെഡിയാണ്. ഐ ഗോ ഹാപ്പിലി ഐ ഡു ആൻഡ് കം ആൻഡ് സിറ്റ് ഇൻ ദ സെയിം പൊസിഷൻ. എനിക്കും കയറാൻ വേണം, എനിക്ക് അവിടെ ഇരിക്കണം, അങ്ങനെ എനിക്ക് ഒരു ഐ ഹാവ് നോട്ട് ഡിമാൻഡ്സ്. ബട്ട് അകത്ത് ചിലപ്പോൾ കുറച്ച് നമ്മൾ ഫീൽ ചെയ്യും, ലൈക്ക് നമുക്കും അങ്ങനെ ട്രീറ്റ് ചെയ്യായിരുന്നു. കയറാൻ വേണ്ട, പക്ഷെ മോനെ ഒരു കട്ടിങ് വേണോ ചോദിച്ചാൽ മതി, it will make my day. I am not someone you need to satisfy. I am someone you need to just care about, that this person is there. അത് ഞാൻ കുറെ ഫീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. You know, it's not kept a deep impact in my life. Even though I come from a family where they treat me like one, you know, like one prince at home, but I don't mind this. എനിക്ക് അങ്ങനെ I don't go through problems. That's great mind ആണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെയൊക്കെ അത്ര ഈസി ഗോയിൽ എങ്ങനെ കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ മതി. ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്കാണെങ്കിൽ എസ്പെഷ്യലി ഇത്ര ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ അവർക്ക് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ അവർ അത്രയും വലിയൊരു ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും. സോ ഇതൊക്കെ ഇത്രയും നല്ല അതിന്റെ കാരണം ക്രിക്കറ്റ് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. I used to play for junior Kerala state, under 16, under 14 Kerala, India also I have played cricket. So അവിടേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം 14 districts, ഈ പറഞ്ഞ കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം എല്ലാ ഡിസ്ട്രിക്റ്റിന്റെ പേരും എനിക്ക് അറിയാം. സോ ഐ ഹവ് ട്രാവൽഡ് ഓൾ ദീസ് ഡിസ്ട്രിക്ട്, സ്റ്റേഡ് വിത്ത് എവ്രി വൺ. I stayed in Malappuram with Malappuram people. ഓൻ 50 അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ഐ നോ ദ വേ ദേ ടോക്ക്. തൃശ്ശൂർ പോയ എന്തുട്ടാണ്, മറ്റേ നമ്മുടെ ഈ ട്രിവാൻഡ്രം സൈഡ് പോയ അവരുടെ ലാംഗ്വേജ്. ഐ ഹാവ് ഗോൺ ടു ദ, നിങ്ങൾ ചിലപ്പോൾ എന്നെ കാണുമ്പോൾ പറയും ഇവൻ കുറച്ച് ആ ഒരു പ്രിവിലേജ് സൈഡിലായിട്ട് യു മൈറ്റ് ഫീൽ. നോ, പീപ്പിൾ ടെൽ മീ മോനെ യു ആർ ലൈക്ക് ലിറ്റിൽ പ്രിവിലേജ്ഡ്, നീ will you be able. I am like bro, നിങ്ങൾക്ക് അറിയില്ല. Like I have gone to the core. I know more Kerala than you know more Kerala, trust me. I am there in that state of mind. In terms of food, I have survived with appam, mottakari, ee parna ellam most normal of food I have had, and I have been most happiest. എനിക്ക് അങ്ങനെ pancakes ഒന്നും വേണ്ട, എനിക്ക് I am okay with anything. പക്ഷെ എന്റെ ഫേസ് കണ്ട ആൾക്കാർ ജഡ്ജ് ചെയ്യും. They think like oh ഇവൻ ആ മൈൻഡ് ഇട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ലൈക്ക് യുനോ സംസാരിക്കുന്ന രീതി കണ്ട, ഞാൻ എക്സ്പെൻഡ് ചെയ്യുന്ന കണ്ട ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും. ബട്ട് ഐ കം ഫ്രം എ വെരി ഡീസെന്റ് ഫാമിലി. ഐ എം നോട്ട് ലൈക്ക് വൺ അംബാനി സൺ. ഐ കം ഫ്രം വെരി ഗുഡ് ഫാമിലി, good well-to-do family, but not huge. So, and I have my own struggles in life. ഈ പറഞ്ഞ പോലെ കാരവാൻ്റെ സാധനങ്ങൾ തൊട്ട് people have called me and ചില ഡയറക്ടേഴ്സ് വിളിക്കും, മോനെ ഷൂട്ട് ഉണ്ട്, നമ്മൾ എൻ്റെ ക്യാരക്ടർ എന്താണ്, നീ ആണത് ക്യാരക്ടർ ചോദിക്കാൻ, അത് നീയൊന്നും ആയിട്ടൊന്നുമില്ല, മനസ്സിലായ ഞങ്ങൾ മറ്റേ സിജു വിൽസനെ വിളിച്ചാലും പൃഥ്വിരാജ് വിളിച്ചാലും അവരിങ്ങനെ സംസാരിക്കില്ല നമ്മോട്.
ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലോ, ഞാൻ ആകെ ചോദിച്ചത് എനിക്ക് പെർഫോം ചെയ്യാൻ ഈ പടത്തിൽ എന്താ ഉള്ളത്. ഡോ താനേ ഓവറാക്കുന്നുണ്ട്, പെർഫോമൻസ് പോയേ, സ്ക്രിപ്റ്റ് വേണം, കൺവേർഷൻ വേണം, നീ ആര്? ഞാൻ ആകെ ചോദിച്ചു ചേട്ടാ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തൊന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും. ഞാൻ ഈ ടോണിലാണ് സംസാരിച്ചത്. ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നടക്കില്ല, പോയി പഠിച്ചിട്ട് വാ. ഇതാണ് ഇവരുടെ റിപ്ലൈ. പക്ഷേ ഈശ തൽവാറായിട്ട് കാണുമ്പോൾ വലിയ ബോളിവുഡ് ആർട്ടിസ്റ്റ് വരുമ്പോൾ മാം നോ മാം വി വിൽ കൺവേർട്ട് ഇൻ എവറിത്തിങ് ആൻഡ് ഗിവ് ഇറ്റ് ടു യു. അതെന്താ? ദാറ്റ് ഈസ് വാട്ട്, that is very rude no actually if you say so. These are all my struggles.